അയ്യോ സത്യ, മോശം ആൾക്കാരൊന്നും ആവല്ലേ ദൈവമേ. ഹെൽപ്പ്, പ്ലീസ് ഹെൽപ്പ്, ഹെൽപ്പ്, സഹായിക്കണേ. ആരാത്? സഹായിക്കണേ ഗ്രാൻഡ്മ. മനുഷ്യ കുഞ്ഞുങ്ങളാണല്ലോ. സഹായിക്കണേ പ്ലീസ്. ആരാ മക്കളെ നിങ്ങള്? പാതിരാത്രി ഈ കാട്ടിന്റെ നടുവിൽ എന്താ കാര്യം? ഞങ്ങൾ കുറച്ച് ദൂരത്തുനിന്നാ ഗ്രാൻഡ്മ. കൂടെ ഉള്ളവരൊക്കെ എവിടെ? കൂടെ ആരുമില്ല. കൂടെ ആരും ഇല്ലെന്നു? ഞങ്ങൾ ഇവിടെ പെട്ടുപോയതാ ഗ്രാൻഡ്മ. സഹായിക്കണേ പ്ലീസ്, പ്ലീസ് ഹെൽപ്പ്. ഇവളെ പപ്പി പാമ്പ് കടിച്ചു ഗ്രാൻഡ്മ. സഹായിക്കണേ ഗ്രാൻഡ്മ, പ്ലീസ് ഹെൽപ്പ്. ഞാൻ എന്ത് സഹായിക്കാനാ? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സഹായിച്ചാ മതി. വണ്ടിയോ മറ്റോ കിട്ടിയാ. കാശുണ്ട് കയ്യിൽ. കാശുണ്ടായിട്ട് ഈ കാട്ടിൽ എന്താ മക്കളെ കാര്യം? ഇത് ഉൾവനമാ. പകൽ സമയത്ത് സൂര്യൻ പോലെ എത്തി നോക്കാൻ മടിക്കും. പിന്നെ ആ വണ്ടിയും വെള്ളവും. പിന്നെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ തന്നെ നാഴിക എത്ര നടക്കണമെന്നാ. അതിനുള്ളിൽ നേരം വെളുക്കും. കടിച്ച ആളിന്റെ ഉയിരും പോവും. അറിയോ, ഈ കാടിനൊരു ചരിത്രമുണ്ട്. ഇവിടെ വച്ച് വിഷം തീണ്ടിയവരാരും ഈ കാട് കടന്നിട്ടില്ല. ഒരു രാത്രി പിന്നിട്ടിട്ടുമില്ല. നിങ്ങൾ പോണം മക്കളെ, ഈ മുത്തിയുടെ ഉറക്കം കളയാതെ. ഗ്രാൻഡ്മ പ്ലീസ്, ഗ്രാൻഡ്മ പ്ലീസ്. എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണേ. ഞാൻ എന്ത് ചെയ്യുമെന്നാ? എന്തെങ്കിലും പ്ലീസ്. ഒരു കാര്യം വേണമെങ്കിൽ ചെയ്യാം. കാട്ടുവാസികളെ പാമ്പ് കുത്തുമ്പോ ഒരു പച്ചമരുന്ന് പ്രയോഗം നടത്താറുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ നോക്കാം. അത് മതി ഗ്രാൻഡ്മ. പക്ഷേ നല്ല വിശ്വാസം വേണം, എങ്കിലേ ഫലിക്കൂ. വിശ്വാസമുണ്ട്. എന്നാൽ ഈ കട്ടിലിലോട്ട് കയറി കിടന്നു. പപ്പി കിടക്ക് പപ്പി. ഗ്രാൻഡ്മ ഒറ്റയ്ക്ക് എവിടെ? ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? എല്ലാരും മരിച്ചുപോയി. അയ്യോ, എന്തു പറ്റി? വിഷം തീണ്ടി പാമ്പ് കടിച്ചു. സത്യ പപ്പി, മോളെ പപ്പി, പപ്പി, പപ്പി മോളെ. മോളെ സത്യ, സത്യമോളെ, സത്യമോളെ, മോളെ പപ്പി, പപ്പി മോളെ, സത്യ, സത്യമോളെ, സത്യമോളെ. അങ്ങോട്ട് ടോർച്ചടിച്ചേ.
നിക്കണ്ട. എന്നരിക്കയല്ലേ എനിക്കെന്തേലും പറ്റിയ സത്യാമ്മയോട് പറയണം. എനിക്ക് സത്യാമ്മ ഒരുപാട് ഇഷ്ടമായിരുന്നെന്ന് പറയൂ. സത്യ പറയാം. അയ്യോ ഉറങ്ങല്ലേ പപ്പി. ഉറങ്ങില്ലേ പപ്പി? പപ്പി ഉറങ്ങാണ്ടിരിക്കണേ. സത്യമോളെ മോളെ പപ്പി, പപ്പി മോളെ, സത്യമോളെ സത്യ, സത്യമോളെ, മോളെ സത്യമോളെ പപ്പി. മാഡം കാണുന്നില്ലല്ലോ. അനു എവിടെ പോയെന്നറിയില്ല. ഇന്ന് ആപത്ത് സംഭവിച്ച പോലെ എന്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു. എന്റെ 2 മക്കളെ ഒരു കേടും കൂടാതെ തിരിച്ചു തരണേ ഭഗവാനെ. വരണം മേഡം. കുട്ടികൾ ഇവിടെ സമീപത്ത് തന്നെ കാണും. സത്യ, സത്യമോളെ പപ്പി, സത്യ, പപ്പി പപ്പി നീ വിചാരിച്ചിരിക്കുന്നത് ഒരു വാൽമാക്രിയുടെ അത്രയല്ലേ ഉള്ളൂ നീ. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടിരിക്കുന്നു. ഒന്നേ ഉള്ളെങ്കിലേ ഓലക്കെ കടിച്ച് വളർത്തണമെന്നാ പറയുന്നത്. അത് ചെയ്യാത്തതിന് കുഴപ്പം ഇതൊക്കെ. ആമേ, തേനും വയമ്പും നാവിറ്റിച്ച് പാൽപായസം കൊടുത്ത് പട്ടുമറ്റേ ഉറക്കിയിരുന്ന സത്യഭാമയുടെ കൊച്ചുമകൾ ഇപ്പോ എവിടാ ഭാമേ? നിന്റെ പണമോ പദവിയോ അധികാരമോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മുടെ പപ്പിക്കുട്ടിയെ അവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുപോ ഭാമേ. അതൊന്നും വേണ്ട. ഇപ്പൊ എവിടാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതെങ്കിലും ഒന്ന് സാധിച്ചത് ഭാമേ. കൊണ്ട് പറ്റില്ലല്ലേ? പറ്റില്ല. സത്യഭാമയുടെ കൊട്ടാരക്കെട്ടും കെട്ടുകണക്കിന് മുത്തും പവിഴവും കാഴ്ചവെച്ചാലും അതൊന്നും സാധിക്കില്ലല്ലേ?
പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു ഭാമേ ആകാശം മുട്ടുന്ന അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ? അതൊക്കെ കൊണ്ട് നീ എന്താ നേടിയേ? ഇപ്പൊ നമ്മുടെ കുഞ്ഞുമോള് കടുവയുടെയോ പുലിയുടെയോ മറ്റേതെങ്കിലും ഒരു ആപത്തിന്റെയോ വായിലേക്ക് ചെന്ന് വീണിട്ടുണ്ടെങ്കിൽ അതിനു കാരണക്കാരി നീ ഒരൊറ്റയാളാ ഭാമേ. നീ ഒരൊറ്റയാളാ. ഭാമേ, ഈ വീട്ടിൽ കിടന്നുറങ്ങേണ്ട കുഞ്ഞിനെ മീൻപാറയിലെ വനത്തിലെത്തിച്ചത് നീയാ. അവളുടെ ചേച്ചിയമ്മയുടെ മുഖം ഒന്ന് കണ്ടാ മതിയായിരുന്നു. നീ എന്ന് സമ്മതിച്ചോ? ഈ വീടിന്റെ ഹാളിലും നമ്മുടെ മുൻ വിഷ്ണുവിന്റെ റൂമിലുണ്ടായിരുന്ന ശാലിനിയുടെ ഫോട്ടോ മുഴുവൻ നീ വികൃതമാക്കിയപ്പോ നീ അനുഭവിച്ച ആ ക്രൂരമായ ആനന്ദമുണ്ടല്ലോ, അതിന് ദൈവം തന്ന ഒരു തിരിച്ചടിയാ ചങ്ക് പറഞ്ഞു പോകുന്ന ഈ പ്രാണവേദന. അവള് എന്നാലും ഒരു തെറ്റും ചെയ്യാത്ത എനിക്കൂടെ ഈ പ്രാണവേദന എന്തിനാ ഭഗവാനെ നീ പകുത്തു വന്നത്? എന്റെ കുഞ്ഞിന് ആപത്തുണ്ടാകുന്നതിന് മുമ്പ് ഈ വൃദ്ധന്റെ ജീവനെ കേട്ടുകൂടാറോ നിനക്ക്? എന്തിനു വേണ്ടി ഈ ഭാഷ വിളിക്കണേ? ഞാൻ പിടിക്കാം സാറേ. സാറേ വീഴും. വീഴണോ? വീഴിച്ചാവട്ടെ. ആർക്കു വേണ്ടിയാണോ ഭൂമിക്ക് ഭാരമായിട്ട് ഈ തടി ഇങ്ങനെ? വാ സാറേ, നമുക്ക് പോവാം. വേണ്ട 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 സാറ് വാ. പപ്പി, പപ്പി മോളെ, മോളെ പപ്പി. പപ്പി സത്യ, പപ്പി മോളെ. സത്യ മോളെ, സത്യ മോളെ, സത്യ മോളെ, പപ്പി മോളെ. പപ്പി മോളെ, പപ്പി.
മരുന്ന് കഴിച്ചതല്ലേ, ഒന്ന് മയങ്ങിക്കോട്ടെ. ഉറക്കം തെളിയുമ്പോ വിഷം പോവോ ഗ്രാൻഡ്മ? ഉറക്കം തെളിഞ്ഞ പിന്നെ ഒന്നും കുഴപ്പമില്ല. മോളും കൂടെ കുറച്ച് സമയം ഒന്ന് കിടക്കും. നേരം പുലരാറായില്ലേ? വേണ്ട ഗ്രാൻഡ്മ, പപ്പി ഉറക്കം തെളിയട്ടെ. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ. കുഞ്ഞായി നിനക്ക് നോക്കിയിരിക്കാങ്കി ഈ മുത്തിക്കും ഇരിക്കാം. മരുന്ന് പലിക്കില്ലേ ഗ്രാൻഡ്മ? ഫലിക്കില്ലേന്ന് ചോദിച്ചാ അതെനിക്കറിയില്ല. ഫലിക്കുന്ന മരുന്ന് ഏതാണെന്ന് ചോദിച്ചാലും എനിക്കറിയില്ല. ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഈ പച്ചമരുന്ന് മാത്രം. ഇതാ പാമ്പ് കടി ഏൽക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് എന്റെ ഓർമ്മയിൽ ആരും രക്ഷപ്പെട്ട് കണ്ടിട്ടില്ല. ഉയിര് തിരികെ കിട്ടാൻ ദൈവാധീനം വേണമെന്നാ പറയുന്നത്. ദൈവാധീനം. മോളെ, സത്യേ, സത്യേ. മോളെ പപ്പി, നീ എവിടെയാ? എത്ര നേരമായി വിഷ്ണു ഏട്ടാ? അവിടെ എങ്ങോട്ട് പോയി? ശ്യാമേ, നമുക്ക് നോക്കാം. നീ ഇങ്ങനെ കരയാതിരിക്കേ. പപ്പി, പപ്പി മോളെ. പപ്പി, പപ്പി മോളെ. മോളെ പപ്പി, ദേ ഈ വഴിയാണ്. പപ്പി, സത്യേ.